ഹലോ ഗൈസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആഴ്ചത്തെ ഒലീവ് ബോർഡ് CGL 2026 ഫ്രീ ലൈവ് ടെസ്റ്റിന്റെ മാത്സ് സൊല്യൂഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, there are two numbers 9 and x such that their mean proportion is 15. Find the value of x. രണ്ട് നമ്പേഴ്സ് ഉണ്ട് 9ഉം എക്സും. അവരുടെ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 15 ആണ്. അവരുടെ അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം. നമുക്കറിയാം രണ്ട് നമ്പേഴ്സ് എ ബി ഉണ്ടെങ്കിൽ അവരുടെ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് √AB ആയിരിക്കും. എയും ബി ആണ് നമ്പേഴ്സ് എങ്കിൽ അവരുടെ മീൻ പ്രൊപ്പോർഷൻ √AB ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും മീൻ പ്രൊപ്പോർഷൻ? √9 × x ആയിരിക്കും. √9x ആണ് തന്നേക്കുന്ന മീൻ പ്രൊപ്പോർഷൻ ആയിട്ടുള്ള 15. ഇനി എക്സ് ആണ് നമുക്ക് വേണ്ടത്. എക്സ് കണ്ടുപിടിക്കാൻ രണ്ടിടത്തും സ്ക്വയർ ചെയ്യുന്നു. രണ്ടിടത്തും സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ റൂട്ട് പോയിട്ട് 9x എന്ന് കിട്ടും. 9x = 15ന്റെ സ്ക്വയർ ആയിട്ടുള്ള 225. ഇതിന് x = 225 divided by 9 = 25. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് കിട്ടി, 25 എന്ന് കിട്ടി. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് √AB ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, find the last two digits of 105 raised to 143 into 264 raised to 291 into 123 raised to 134. ഇതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആണ് ചോദ്യം. നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പം 00, 10, 25, 30 എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്കറിയാം ഇതിനകത്ത് 5 ഉണ്ട്, ഇവിടെ ഒരു 4ഉം വരുന്നുണ്ട്. അപ്പം ലാസ്റ്റ് ഡിജിറ്റ് എന്തായാലും 0 ആയിരിക്കും അല്ലേ. 5 × 4 ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്തായാലും 0 വരും. അതുകൊണ്ട് 25 എന്നുള്ള ഓപ്ഷൻ വരത്തില്ല. പിന്നെ ബാക്കിയുള്ളത് 00 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 10. ഇതിൽ 00 വരണമെങ്കിൽ എന്തായിരിക്കും? 100ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 100ന്റെ മൾട്ടിപ്പിൾ ആയാൽ മാത്രമേ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 00 വരത്തുള്ളൂ. അതിലാദ്യം നമ്മൾ ഈ 105നെ എടുത്തു. 105 raised to 143. ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 105നെ നമുക്ക് 21 × 5 എന്ന് എഴുതാം. raised to 143 അല്ലേ. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ 21 × 5 raised to 2 × 21 raised to 5 raised to 141. ശരി, തെറ്റില്ലല്ലോ. 21 × 5 raised to 2 × 21 × 5 raised to 141. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഒരു 25 കിട്ടും അല്ലേ. 25 × 21, 25 × 21ന്റെ സ്ക്വയർ ഇൻറ്റു raised to 141. ഇവിടെ നമുക്കൊരു 25 കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ ടൈം ആയിട്ടുള്ള 264 എടുക്കുമ്പം 264നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 4 × 66 എന്ന് എഴുതാം. raised to 291. ഇവിടെ നമുക്കൊരു 4 കിട്ടിയല്ലോ. 4 raised to 291 അല്ലേ. ഇവിടെ നമുക്കൊരു 25ഉം കിട്ടി. അപ്പോൾ ഈ 25 × 4 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാസ്റ്റ് 100 കിട്ടത്തില്ലേ. അപ്പോൾ ഇതൊരു 100ന്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പം നമുക്ക് ആൻസർ എന്ത് കിട്ടും? ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ എ സം വാസ് ഇൻവെസ്റ്റഡ് അറ്റ് R% സിമ്പിൾ ഇൻട്രസ്റ്റ് per annum for 3 years. Had it been invested at R plus 5% for the same time, it would have fetched rupees 420 more. The simple interest on the same sum for 2/3 years at 12% per annum is. Okay. ആദ്യമേ 6% ആയിരുന്നു, പിന്നീട് അത് R plus 5% ആയി. ഓക്കെ, 3 years ഉണ്ട്. അപ്പോഴത്തേക്ക് എക്സ്ട്രാ എത്ര കിട്ടും? 420 rupees എക്സ്ട്രാ കിട്ടും. അങ്ങനെയാണെങ്കിൽ 5% അല്ലേ ഇവിടെ എക്സ്ട്രാ പോകുന്നത്? എത്ര ഇയേഴ്സിന്? 3 ഇയേഴ്സിന്. അപ്പോൾ ടോട്ടൽ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ട്? 5 × 3. 5 × 3 ആയിട്ടുള്ള 15% ഇൻക്രീസ് ആണ് ഇവിടെ
ഉണ്ടായിട്ടുള്ളത്. ആ 15% ആണ് തന്നേക്കുന്ന 420 എന്ന് പറയുന്നത്. അതിൽ നിന്ന് 1% കണ്ടുപിടിക്കാൻ എന്ത് എടുക്കണം? 1% ഈക്വൽ ടു 420 ഡിവൈഡഡ് ബൈ 15. ഇനി 100% കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രിൻസിപ്പിൾ കിട്ടും അല്ലേ? നമ്മൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള 100% കണ്ടുപിടിക്കുമ്പോൾ പ്രിൻസിപ്പിൾ കിട്ടും. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 5 വെച്ചിട്ട് 8, 4, 3 വെച്ചിട്ട് 2, 8. അപ്പോൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 2800 കിട്ടി. ഓക്കെ, അപ്പം ആദ്യം 3 years ആയിരുന്നു 6%, അടുത്തത് 6+5% ആകുമ്പോഴത്തേക്ക് 420 rupees എക്സ്ട്രാ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പം 5% ആണ് ഇവിടെ ഇൻക്രീസ് ആവുന്നത്. 5 ഇൻറ്റു എത്ര വർഷത്തേക്ക്? 3 വർഷത്തേക്ക്. അപ്പം ടോട്ടൽ എത്ര ഇൻക്രീസ് ഉണ്ട്? 15% ഇൻക്രീസ് ഉണ്ട്. ആ 15% ആണ് ഈ തന്നേക്കുന്ന 420. അങ്ങനെയാണെങ്കിൽ 1% കണ്ടുപിടിക്കാം. ഇൻറ്റു 100 ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് നമ്മുടെ പ്രിൻസിപ്പിൾ കിട്ടും. പ്രിൻസിപ്പിൾ എപ്പോഴും 100% ആയിരിക്കും. അപ്പം നമുക്ക് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള 2800 കിട്ടി. അപ്പം നമ്മുടെ കയ്യിൽ പ്രിൻസിപ്പിൾ 2800 ഉണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? The simple interest on the same sum for 4 2/3 years at 12% per annum. 4 2/3 എന്ന് പറയുമ്പോൾ എത്ര ഇയേഴ്സ് ഉണ്ട് ടോട്ടൽ? 4 into 3 12 plus 2 14/3. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PRT/100. അപ്പോൾ പി എത്രയാണ്? 2800 ഇൻറ്റു റേറ്റ് എത്രയാണ്? 12% ഇൻറ്റു ടൈം എത്ര? 4 2/3. 4 2/3 എന്ന് പറയുന്നത് 14/3 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, 0 ക്യാൻസൽ ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ 3യും ഈ 12ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 4 കിട്ടും. 28 ഇൻറ്റു 56 എന്ന് കിട്ടും. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 8 6 ഓക്കെ 1568 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, A, B and C invest rupees 20,000, 15,000 and 10,000 respectively. After 6 months, C retires. If the profit is 1,20,000 a year, what is the C's share? ഓക്കെ, ഇപ്പം 3 പേരുണ്ട്. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. അവരുടെ ഓരോരുത്തരുടെയും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 20,000, 15,000, 10,000. ഓക്കെ, നമുക്ക് ഇതെല്ലാം 0 ആയതുകൊണ്ട് നമുക്ക് റേഷ്യോ മതി. ഓക്കെ, അപ്പോൾ റേഷ്യോ എടുക്കുകയാണെങ്കിൽ 5 വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 4 ആവും, ഇവിടെ 3 ആവും, ഇവിടെ 2 ആവും. ഓക്കെ, ഇനി പറയുന്നുണ്ട് സി 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് റിട്ടയർ ചെയ്തു. അപ്പോൾ സി എത്ര മാസത്തേക്കുണ്ട്? 6 months മാത്രമേ ഉള്ളൂ. ഓക്കെ, എയും ബിയും എത്രയാണ്? എ ഇയറേക്കാണ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം എയും ബിയും 12 വെച്ചിട്ടുണ്ട്, 12 months വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയും ഇത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 6 ഇവിടെ കട്ട് ചെയ്തു, 6 ഇവിടെ 2 times, 6 ഇവിടെ 2 times, 2 ഇവിടെ പോയി, 2 ഇവിടെ 2. അപ്പം ഫൈനൽ റേഷ്യോ എന്ന് പറയുന്നത് 4:3:1 എന്നായി. ഓക്കെ, ഇപ്പം എ, ബി, സി 4:3:1. ടോട്ടൽ എന്ന് പറയുന്നത് സം എന്ന് പറയുന്നത് 4 + 3 + 1 8 യൂണിറ്റ് ആണ്. ഈ 8 യൂണിറ്റ് ആണ് തന്നേക്കുന്ന ടോട്ടൽ ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 12,000, 1,20,000. ഓക്കെ, 8 യൂണിറ്റ് ആണ് തന്നേക്കുന്ന 1,20,000. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 15,000. ഓക്കെ, നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താ? സീസ് ഷെയർ. സിയുടെ ഷെയർ എത്രയാണ്? 1 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് ആണ് കിട്ടിയേക്കുന്ന 15,000 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അടുത്ത ക്വസ്റ്റ്യനിൽ ദ റേഡിയൈ ഓഫ് ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സർഫസ് ഓഫ് എ മെറ്റാലിക് sphere are 5 cm and 6 cm respectively. If this is melted and recast into a 1 cm one solid right circular cylinder of height 31/3 cm, then the diameter of the cylinder is. Okay, ഒരു സ്പിയർ ഉണ്ട്. ഓക്കെ, ഒരു സ്പിയർ ഉണ്ട്. അതിൻ്റെ ഇന്റേണലും എക്സ്റ്റേണലും റേഡിയസും തന്നിട്ടുണ്ട്. ഓക്കെ, ഈ സ്പിയർ പിന്നെ എന്ത് ചെയ്തു, ഒരു സോളിഡ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ സിലിണ്ടറിന്റെ ഡയമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് സ്പിയറിന്റെ കേസ് എടുക്കാം. സ്പിയറിന്റെ അപ്പം രണ്ടിന്റെ വോളിയം നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ആദ്യം സ്പിയറിന്റെ കേസ് എടുക്കുമ്പോഴത്തേക്ക് സ്പിയറിന്റെ സോളിഡ് സ്പിയറിന്റെ വോളിയം എന്താണ്, 4/3 പൈ ഇൻറ്റു r cube മൈനസ് സ്മോൾ r cube അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അതാണ് ചെറിയ സ്പിയറിന്റെ വോളിയം എന്ന് പറയുന്നത്. ഇനി അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു, ഒരു സിലിണ്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് പൈ r² വെച്ചാണ് അല്ലേ. പൈ ഇൻറ്റു ഇവിടെ r², r കണ്ടുപിടിക്കണം അല്ലേ, r² ഇൻറ്റു h. ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് 31/3 ആണ്. അപ്പം 91/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ പൈയും ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഈ 3യും ക്യാൻസൽ ചെയ്യും, ഈ 3യും ക്യാൻസൽ ആയി. ഇപ്പൊ ബാക്കി ഇവിടെ ഉള്ളത് 4 ഇൻറ്റു r ക്യൂബ്. ക്യാപിറ്റൽ r എന്ന് പറയുന്നത് 6 ക്യൂബ് മൈനസ് ഇന്റേണൽ റേഡിയസ് ആയിട്ടുള്ള 5 ക്യൂബ് ഈക്വൽ ടു r² ഇൻറ്റു 91. ഓക്കെ, ഇത് 6 ക്യൂബ് 216 ആണ്. 216 മൈനസ് 125 നമുക്ക് എത്ര കിട്ടും, 191 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 4 ഇൻറ്റു 91 ഈക്വൽ ടു r² ഇൻറ്റു 91. 91 ക്യാൻസൽ ആയി, r² ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഓക്കെ, r² ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ r എത്ര കിട്ടും, 2 കിട്ടും അല്ലേ. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ഡയമീറ്റർ ആണ്. സോ ഡയമീറ്റർ എന്ന് പറയുന്നത് 2r ആണ് അല്ലേ. 2 ഇൻറ്റു 2 4 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A and B can together complete a work in 40 days. B and C together can do the same work in 48 days. And A and C together can do the same work in 60 days. Find the total time taken by B to do the same piece of work if B work with 1/7th time more efficiency than actual efficiency. Okay, ഇവിടെ പറഞ്ഞേക്കുന്നത് A പ്ലസ് ബി, എയും ബിയും കൂടെ ഒരു വർക്ക് 40 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത ബിയും സിയും കൂടെ അതേ സെയിം വർക്ക് 48 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അവസാനം എയും സിയും കൂടെ സെയിം വർക്ക് 60 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ ഇതിന്റെ LCM എടുത്താൽ മതി. ഓക്കെ, ഇതിന്റെ LCM എന്ന് പറഞ്ഞാൽ 40യുടെയും 48ന്റെയും 60യുടെയും LCM 240. ഓക്കെ, 240. അപ്പോൾ ഓരോരുത്തരുടെയും എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 240 ഡിവൈഡ് ബൈ 40. അപ്പം A പ്ലസ് ബിയുടെ കമ്പൈൻഡ് എഫിഷ്യൻസി 6 ആയിരിക്കും. ബി പ്ലസ് സിയുടെ കമ്പൈൻഡ് എഫിഷ്യൻസി 240/48, അപ്പോൾ 5 ആയിരിക്കും. അടുത്ത A പ്ലസ് സിയുടേത് 240/60 4 ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി, A പ്ലസ് ബിയുടേത് 6 എന്ന് കിട്ടി. ബി പ്ലസ് സിയുടേത് 5 എന്ന് കിട്ടി. A പ്ലസ് സിയുടേത് 4 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പൊ ടോട്ടല് ഇവിടുത്തെ സം എത്രയായി, 6 + 4 + 5
15 ആയി. ഓക്കെ, ഇവിടുത്തെ സം എന്ന് പറയുന്നത് 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി അല്ലേ, എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സം എന്ന് പറയുന്നത് എ പ്ലസ് എ 2a പ്ലസ് 2b പ്ലസ് 2c, അതാണ് ഇവിടുത്തെ സമ്മായിട്ടുള്ള 15. നമുക്ക് വേണ്ടുന്നത് ബിയുടെ മാത്രമാണ്. ഓക്കെ, ബിയുടെ മാത്രം എഫിഷ്യൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ നമ്മളുടെ 15 ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ആണ് 15. ഓക്കെ, ഇതിന് എ പ്ലസ് ബി പ്ലസ് സി എന്ത് കിട്ടും? എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 15/2 കിട്ടും. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ബി മാത്രം കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് നേരത്തെ എ പ്ലസ് സി, എയും സിയും കൂടെ എത്ര കിട്ടുമെന്നാ പറഞ്ഞത്? 4 യൂണിറ്റ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ എ പ്ലസ് സി 4 പ്ലസ് ബി ഈക്വൽ ടു 15/2. അങ്ങനെയാണെങ്കിൽ ബി മാത്രം എത്ര കഴിയും? ബി ഈക്വൽ ടു 15/2 മൈനസ് 4. ഓക്കെ, ഈക്വൽ ടു 7/2. 7/2 ചെയ്യും. പക്ഷേ ബി ഫുൾ എഫിഷ്യൻസിയിലല്ല വർക്ക് ചെയ്യുന്നത്. 1/7 ടൈം മോർ എഫിഷ്യൻറ്റ് ദാൻ ആക്ച്വൽ എഫിഷ്യൻസി. ഇതാണ് ബിയുടെ എഫിഷ്യൻസി 7/2. ആക്ച്വൽ എഫിഷ്യൻസിയുടെ 1/7 ടൈംസ് മോർ എഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പം ഇതിൻ്റെ കൂടെ എന്തായിരിക്കും? ഒരു 1/7 ടൈംസും കൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ആക്ച്വൽ എഫിഷ്യൻസിയുടെ 1/7 ടൈംസ് കൂടി എഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ എത്ര ആയിരിക്കും? ഈ 7 കട്ട് ചെയ്തിട്ട് പോയിട്ട് ടോട്ടൽ ഓൾറെഡി ഉള്ള 7/2 പ്ലസ് ഇവിടുത്തെ 1/2. അപ്പോൾ ടോട്ടൽ 8/2 എഫിഷ്യൻസി എന്ന് പറയുന്നത് 4 ആയിരിക്കും. 8/2 4 ആയിരിക്കും ബിയുടെ ടോട്ടൽ എഫിഷ്യൻസി. ഓക്കെ, അപ്പം നമുക്ക് എന്താ വേണ്ടത്? ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ബി. ബിയുടെ എഫിഷ്യൻസി ഉണ്ട് 4. നമുക്ക് എങ്ങനെ വർക്ക് കണ്ടുപിടിക്കുന്ന, ടൈം കണ്ടുപിടിക്കുന്ന എങ്ങനെ? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 240 ആണ്. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി എത്രയാണെന്ന് കണ്ടു? 4 ആണെന്ന് കണ്ടു. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും? വർക്ക് എത്ര, ടൈം എത്ര കിട്ടും? എത്ര ഡേയ്സ് കൊണ്ടായിരിക്കും ബി കംപ്ലീറ്റ് ചെയ്യുന്നത്? 240/4 60 ഡേയ്സ് കൊണ്ടായിരിക്കും ബി കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എ ബി കമ്പൈൻഡ് ആയിട്ടുള്ള എഫിഷ്യൻസി കണ്ടുപിടിച്ചു. എന്നിട്ട് ടോട്ടൽ എ പ്ലസ് ബി പ്ലസ് സി കണ്ടുപിടിച്ചു. എന്നിട്ട് നമുക്ക് വേണ്ടുന്നത് ബിയുടെ മാത്രമാണ്. അതുകൊണ്ട് ബി അവിടെ ഇട്ടിട്ട് എയുടെയും സിയുടെയും കൊടുത്തു. നമ്മൾ ബിയുടെ കണ്ടുപിടിച്ചു. പക്ഷെ ബി ഫുൾ എഫിഷ്യൻ്റ് ആണോ? അല്ല, ബി 1/7 ടൈം മോർ എഫിഷ്യൻ്റ് ആണ്. അങ്ങനെ അപ്പം ടോട്ടൽ ബിയുടെ മാത്രം എഫിഷ്യൻസി എന്ന് പറയുന്നത് 4 ആയിട്ട് വരും. എന്നിട്ട് കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് ദ ടോട്ടൽ ടൈം ടേക്കൺ ബൈ ബി. ബിയുടെ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 240 ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി. അപ്പം 240/4 ഈക്വൽ ടു 60. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 metallic spherical balls A and B are such that the radius of the ball A is equal to the 2 times the diameter of ball B. Find the ratio between the surface area of A and B respectively. ഓക്കെ, അപ്പോൾ 2 ബോൾസ് ഉണ്ട്, എയും ഉണ്ട് ബി ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ റേഡിയസിൻ്റെ റേഷ്യോ ആണ് തന്നേക്കുന്നത്. റേഡിയസ് ഓഫ് ബോൾ എ ഈസ് ഈക്വൽ ടു 2 times the diameter of B. ബിയുടെ ഡയമീറ്റർ എന്താണോ അതിൻ്റെ 2 times ആണ് എയുടെ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ബിയുടെ റേഡിയസ് 1 ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പം ബിയുടെ ഡയമീറ്റർ എന്താണ്? 2 ആണ് അല്ലേ. അപ്പം 2ൻ്റെ 2 times ആണ് എയുടെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പം എയുടെ റേഡിയസ് എന്താണ്? 4. ഓക്കെ, അപ്പം എയുടെ റേഡിയസ് എന്ന് പറയുന്നത് ബിയുടെ ഡയമീറ്ററിൻ്റെ 2 times ആണ്. ഓക്കെ, അപ്പം ബിയുടെ റേഡിയസ് 1 എടുത്താൽ ബിയുടെ ഡയമീറ്റർ 2 ആണ്, അതിൻ്റെ 2 times ആയിട്ടുള്ള 4 ആണ് എയുടെ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ സർഫസ് ഏരിയ. സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്താണ്? 4πr² ആണ് അല്ലേ. 4π ക്യാപിറ്റൽ r². അപ്പം ഇവിടെ എന്താ? 4ന്റെ സ്ക്വയർ, അപ്പം 16 എന്ന് കിട്ടും. ഓക്കെ, ഇവിടുത്തെ സർഫസ് ഏരിയ എടുക്കുമ്പോൾ 4π × 1². ഓക്കെ, 4π ക്യാൻസലായി നമുക്ക് എന്ത് കിട്ടി? 16:1 എന്ന് കിട്ടി. റേഷ്യോ എന്താണ്? 16:1. ഓക്കെ, 1:16 അല്ല, 16:1. A/B ആണ് വേണ്ടത്, 16:1. B/A ആണ് ചോദിച്ചതെങ്കിൽ 1:16 കൊടുക്കായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ആവറേജ് ഓഫ് 49 numbers was found to be 53. Later it was detected that a number 72 was misread as 65. Find the correct average of the given number rounded off to 2 decimal places. ഓക്കെ,
49 നമ്പേഴ്സിൻ്റെ ആവറേജ് 53 ആയിരുന്നു. പിന്നീടാണ് മനസ്സിലായത് 72 എന്ന് പറയുന്ന നമ്പറിന് പകരം ആഡ് ചെയ്തത് 65 ആണ്. അപ്പം എന്തായാലും 53യെക്കാട്ടി ആവറേജ് കൂടുതലായിരിക്കും. 72ന് പകരം 65 മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം 53യെക്കാട്ടി കൂടുതലായിരിക്കും ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഈ 52 ക്യാൻസൽ ചെയ്യാം, ഈ 52.86ഉം ക്യാൻസൽ ചെയ്യാം. 53യെക്കാട്ടി കൂടുതലായിരിക്കും. ഇപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്, 53.14 ഉണ്ട്, 53.86 ഉണ്ട്. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം 49 ആയിരുന്നപ്പം ആവറേജ് 53 ആയി അല്ലേ. ഇനി 72ന് പകരം 65 ആണ് ആഡ് ചെയ്തത്. അപ്പോൾ ഈ ഡിഫറൻസ് എത്രയാണ്? 7 ആണ് അല്ലേ. അപ്പോൾ 7 ആണ് ആഡ് ആവേണ്ടത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഉള്ള 53യുടെ കൂടെ എന്ത് ചെയ്യണം? 7ഉം കൂടി ആഡ് ചെയ്യണം. 7 എല്ലാവർക്കും ആഡ് ചെയ്യണോ? അതെ, 49 ആ 49 പേർക്കും 7 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓൾറെഡി 53 ഉണ്ട്. ഇനി 7 ആണ് ഡിഫറൻസ് ഉണ്ട്. ആ 7നെ ആഡാണ് ചെയ്യേണ്ടത് അല്ലേ. 7 ഡിവൈഡഡ് ബൈ എല്ലാവർക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. 49 കൊണ്ട് 49 പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പം 53 പ്ലസ് 7/49 1/7. 1/7ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എത്രയാണ്? 0.14. അപ്പം നമുക്ക് എന്താ ആൻസർ കിട്ടും? 53.14 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 53.14. ഓൾറെഡി 53 ആയിരുന്നു ആവറേജ്. 72 എന്ന് പറയുന്ന നമ്പറിന് പകരം 65 ആണ് ആഡ് ചെയ്തത്. അപ്പോൾ 7ൻ്റെ ഡിഫറൻസ് ഉണ്ട്. 7 അധികമാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ 7 എല്ലാവർക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 7 ഡിവൈഡഡ് ബൈ 49. അപ്പം 53 പ്ലസ് 7/49. അപ്പോൾ 53.14 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇഫ് എക്സ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ ആൻഡ് വൈ ഈസ് 0, ദെൻ എക്സ് ഇൻറ്റു വൈ ഈസ്. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പറും വൈ 0 ആണെങ്കിൽ ആ പ്രോഡക്റ്റ് ആയിട്ടുള്ള എക്സ് വൈ എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇറാഷണൽ, റാഷണൽ, എയ്തർ ഇറാഷണൽ ഓർ റാഷണൽ, നെയ്തർ റാഷണൽ ഓർ ഇറാഷണൽ. അപ്പം നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നതിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 4, 3, 4/5 ഇതൊക്കെ റാഷണൽ നമ്പേഴ്സാണ്. ഇനി P/Q ഫോമിൽ എഴുതാൻ പറ്റാത്തതിനെയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ √3, √4 അതൊക്കെ. ഓക്കെ, ഇനി എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈ 0 ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. എനി നമ്പർ ഇൻറ്റു 0 എന്താണ് ആൻസർ? 0 ആയിരിക്കും അല്ലേ. 0 എന്ത് നമ്പറാണ്? ഒരു റാഷണൽ നമ്പറാണ്. ഓക്കെ, 0 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണ്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? റാഷണൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A retailer offers a discount of 22% on the marked price of the table. Even after giving the discount, he earns a profit of 5.3%. If he gives 12% discount instead of 22% on the table marked for rupees 5,400, then what will be his profit percentage? Okay, നമുക്കറിയാം മാർക്ക്ഡ് പ്രൈസ് തന്നിട്ടുണ്ട് 5,400. ആദ്യം കൊടുക്കുന്ന ഡിസ്കൗണ്ട് 22% ആണ്. 22% കൊടുത്താലും അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5.3% ആണ്. ഈ 22%ന് പകരം 12% ആണ് പ്രോഫിറ്റ് കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും അയാളുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ആകെ അറിയാവുന്ന എന്തുണ്ട്? മാർക്ക് പ്രൈസ് ഉണ്ട് അല്ലേ, MP. മാർക്ക് പ്രൈസ് ആണ് 5,400 എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം MP/CP റേഷ്യോ. MP/CP റേഷ്യോ എന്ന് പറയുന്നത് മാർക്ക് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 100 + പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 - ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് അല്ലേ. ഇവിടെ നമുക്ക് എന്തറിയാം? MP അറിയാം അല്ലേ. 5,400 ഡിവൈഡഡ് ബൈ CP ഈക്വൽ ടു, ഇവിടെ ആദ്യത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 5.3%. അപ്പം 105.3 ഡിവൈഡഡ് ബൈ 100 - ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ഡിസ്കൗണ്ട് എത്രയാണ്? 22%. അപ്പം 78%. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? CP കിട്ടും. അപ്പോൾ CP ഈക്വൽ ടു 5,000
400 into 78 divided by 105.3. ഓക്കെ, ഈ പോയിന്റ് മാറാനായിട്ട് ഞാൻ ഇവിടെ ഒരു 0 കൊടുത്തു. ഓക്കെ ഓക്കെ 105.3 അല്ല 10539. ഓക്കെ, പോയിന്റിന് പകരം 0 മുകളിൽ കൊടുത്തു. ഇനി നോക്കുമ്പം 78 എന്ന് പറയുന്നത് 13ൻ്റെ മൾട്ടിപ്പിളാണ്. 13 into 60 ആണ് അല്ലേ? 60 ആണ്. 13 ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 8 104 81. 27 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3 കിട്ടും, ഇവിടെ 200 കിട്ടും. ഓക്കെ, ഇവിടെ 20 കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ സി പി എന്ന് പറയുന്നത് 200 into 20 4000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സി പി എന്ന് പറയുന്നത് 4000 കിട്ടി. ഓക്കെ, ഇനി പറയുന്നത് എന്താ? 22% ഡിസ്കൗണ്ടിന് പകരം 12% ആണ് ഡിസ്കൗണ്ട് കൊടുത്തതെങ്കിൽ അയാളുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ഡിസ്കൗണ്ട് എവിടെ കൊടുക്കുന്നത്? മാർക്ക് പ്രൈസിനകത്താണ്. അപ്പോൾ 5400ൻ്റെ 22%-ന് പകരം 12% ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? ഇൻറ്റു 88% ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 54 into 88. ഓക്കെ, 32 75 4752. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ എസ് പി എന്ന് പറയുന്നത് 4752. ഇതാണ് ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. നമുക്ക് സി പി ഉണ്ട്, എസ് പി ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാമല്ലോ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7 സി പി മൈനസ് എസ് പി 752 ആണ്, ഡിവൈഡഡ് ബൈ സെല്ലിംഗ് കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടും. 0 ക്യാൻസലായി 452/40. 40 into 2 80 ആണ്. അപ്പം 20 അടുത്ത് കിടക്കുവാണ്. 4 into 18 എന്ന് പറയുന്നത് 72 ആണ്. അപ്പോൾ 18നെക്കാട്ടി കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, 18.8 കിട്ടും. ഓക്കെ, ആദ്യം സി പി കണ്ടുപിടിക്കുന്നു. ഈ സി പി വെച്ചിട്ട് പുതിയ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Okay, if sin 41 equal to 1/x, then find the value of cot 49. Okay, sin 41ൻ്റെ നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, ഇത് എ, ഇത് ബി, ഇത് സി. ഓക്കെ, sin 41 ഇത് 41. ഓക്കെ, ഈ ആംഗിൾ 41 ആണെങ്കിൽ ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിൾ 59 ആണ്. അല്ല സോറി 49 ആണ്. ഓക്കെ, സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ 41 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ സൈൻ 41ൻ്റെ ആൻസർ 1/x ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഈ പറയുന്ന പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് √(x²- 1) ആയിരിക്കും അല്ലേ? √(x²- 1). ഓക്കെ, അപ്പം നമ്മൾ ട്രയാങ്കിൾ വരച്ചു. ഇത് 41 ആണെങ്കിൽ ഇത് 49 ആണ്. സൈൻ 41 എന്ന് പറയുന്നത് 1/x വന്നിട്ടുണ്ട്. സൈൻ തീറ്റ എന്ന് പറയുന്നത്
ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ 1/x. അപ്പം നമുക്ക് പെർപെൻഡിക്കുലർ കിട്ടും √(x²-1). അപ്പോൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് പെർപെൻഡിക്കുലർ കിട്ടും. ഇനി കോട്ട് 49ൻ്റെ ഇക്വേഷൻ കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ? അഡ്ജസൻറ്റ് സൈഡായിട്ടുള്ള 1 ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു എന്താ? കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്. ഓക്കെ, അഡ്ജസൻറ്റ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പം ഈക്വൽ ടു അഡ്ജസൻറ്റ് കോട്ട് 49 അഡ്ജസൻ്റ് ആയിട്ടുള്ള സൈഡ് 1 ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് √(x²-1). ഓക്കെ, (x²-1). ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ, 1/(x²-1). അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Okay. A person invested a certain amount in compound interest for 2 years at 15% rate of interest compounded annually. If compound interest received is 2979.9, find the amount invested in compound interest. Okay, ഒരു പേഴ്സൺ 15% ഇൻട്രസ്റ്റിൽ ഒരു എമൗണ്ട് 2 വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബാങ്കിലിട്ടു. ഓക്കെ, ഇഫ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടിയേക്കുന്നത് 2979.9, ഫൈൻഡ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നമുക്ക് ആ പ്രിൻസിപ്പിളാണ് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ 15% എന്ന് പറയുന്നത് റേഷ്യോ എത്രയാണ്? 3/20 ആണ് അല്ലേ? 15%ൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 3/20 ആണ്. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിളും എമൗണ്ടും എടുക്കുകയാണെങ്കിൽ, ഓക്കെ, 20 ആയിരുന്നു പ്രിൻസിപ്പിൾ, എമൗണ്ട് എന്തായി? 23 കൂടിയിട്ട് 23 ആയി അല്ലേ? ഒരു വർഷത്തേക്ക് ഇങ്ങനെയായി. അപ്പം 2 ഇയേഴ്സ് ആണ് ടോട്ടൽ. അപ്പോൾ 2 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്ക്വയർ എടുക്കണം അല്ലേ? 400 ഈസ് ടു 23യുടെ സ്ക്വയർ ആയിട്ടുള്ള 529. ഓക്കെ, പ്രിൻസിപ്പിൾ 400ഉം എമൗണ്ട് 529. നമുക്ക് തന്നിട്ടുണ്ട് ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2979.9 ആണ്. ഇവിടുത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ. അപ്പോൾ 529 മൈനസ് 400 129 കിട്ടും. ഓക്കെ, അതാണ് നമ്മളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ഇൻട്രസ്റ്റ് ആണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 2979.9. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് 129 ആണ്. 2979.9. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 2979 ഇൻറ്റു 2979.9 ഡിവൈഡഡ് ബൈ 129. ഓക്കെ, ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് 2 ടൈംസ് 23.1 എന്ന് കിട്ടും. ഓക്കെ, ഇൻട്രസ്റ്റ് 23.1 കിട്ടി. ഓക്കെ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 23.1 കിട്ടി. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ടോട്ടൽ നമുക്ക് വേണ്ടുന്നത് പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ എത്ര എടുത്തത്? 400 ആണ് അല്ലേ? 400 യൂണിറ്റ് ആണ് വേണ്ടത്. അപ്പം നമുക്ക് 1 യൂണിറ്റ് 23.1 കിട്ടി. അപ്പം 400 യൂണിറ്റ് എന്ന് പറയുന്നത് 400 ഇൻറ്റു 23.1. ഓക്കെ, ഇത് ചെയ്യുമ്പോഴത്തേക്ക് 4290. ഓക്കെ, 9240 എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ, 4290. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഞ്ച് ഓഫ് വാല്യൂസ് ഓഫ് ഐ ഇഫ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആർ 2i, i-2 ആൻഡ് 7 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ സൈഡ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, 2i, i-2, 7.
ഓക്കെ, 3 സൈഡ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ഐയുടെ റേഞ്ചാണ് വേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2 സൈഡ്സിൻ്റെ സം എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡിനെക്കാട്ടി കൂടുതലായിരിക്കും. അതേപോലെ 2 സൈഡ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡിനെക്കാട്ടി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ 2 സൈഡ്സിൻ്റെ സം എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡ്സിനെക്കാട്ടി കൂടുതലായിരിക്കണം. 2 സൈഡ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡിനെക്കാട്ടി ചെറുതുമായിരിക്കണം. ഓക്കെ, അങ്ങനെ എടുക്കുവാണെങ്കിൽ ഇവിടെ 2 സൈഡ് ഞാൻ 2i 2 സൈഡ്സിൻ്റെ സം ആയിട്ടുള്ള 2i + i - 2 എടുത്തു. അതെന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡായിട്ടുള്ള 7. ഓക്കെ, ഇപ്പോൾ 2i + i 3i 3i - 2 ഗ്രേറ്റർ ദാൻ 7. ഓക്കെ, അപ്പം 3i ഗ്രേറ്റർ ദാൻ 9, i ഗ്രേറ്റർ ദാൻ 3. ഓക്കെ, i 3-നെക്കാട്ടി വലുതായിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഓപ്ഷൻ നോക്കുമ്പം ഇവിടെ i 2-നെക്കാട്ടി വലുതാണ്, ഇവിടെ 2-നെക്കാട്ടി വലുതാണ്. അപ്പോൾ 2 ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. i ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഡിഫറൻസ് നോക്കുവാണെങ്കിൽ രണ്ട് സൈഡിൻ്റെ ഡിഫറൻസ് 2i - i + 2 ലെസ് ദാൻ 7 ആയിരിക്കണം അല്ലേ. 2 സൈഡ്സിൻ്റെ ഡിഫറൻസ് മൂന്നാമത്തെ സൈഡിനെക്കാട്ടി ചെറുതായിരിക്കണം. ഇവിടെ അപ്പം i + 2 < 7, അപ്പം i < 5 എന്ന് കിട്ടും. ഓക്കെ, നേരത്തെ i ഗ്രേറ്റർ ദാൻ 3 എന്ന് കിട്ടി. ഇപ്പോൾ 3 i < 5. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Okay. A vessel contains 240-liter mixture of milk and water in the ratio 5:3. If 30 liter of the water is mixed, then 45 liter of the mixture is taken out and 5 liter of milk is mixed. Then find the ratio of milk and water in the final mixture. Okay, ആദ്യമേ 240 ലിറ്റേഴ്സ് ആയിരുന്നു. മിൽക്ക് ഉണ്ട്, വാട്ടർ ഉണ്ട്. വാട്ടർ. ഓക്കെ, റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ് അല്ലേ. 5:3. 5 യൂണിറ്റ് മിൽക്കും 3 യൂണിറ്റ് വാട്ടറുമാണ്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 8 യൂണിറ്റ് ആണ്. ഈ 8 യൂണിറ്റ് ആണ് 240 അല്ലേ. 8 യൂണിറ്റ് ആണ് 240. 8 യൂണിറ്റ് ആണ് 240. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 30 കിട്ടും. ഓക്കെ, അപ്പം മിൽക്ക് ആദ്യം എത്ര ഉണ്ടായിരുന്നു? 5 യൂണിറ്റ് ഉണ്ടായിരുന്നു. 1 യൂണിറ്റ് 30 ആണെങ്കിൽ 5 യൂണിറ്റ് എന്ന് പറയുന്നത് 150. വാട്ടർ എത്ര ഉണ്ടായിരുന്നു? 3 യൂണിറ്റ്. 1 യൂണിറ്റ് 30 ആണ്. 3 യൂണിറ്റ് എന്ന് പറയുന്നത് 90 ആയിരുന്നു. ഓക്കെ, ഇനി 30 ലിറ്റർ ഓഫ് ദ വാട്ടർ ഈസ് മിക്സ്ഡ് വിത്ത് 30 ലിറ്റർ ഓഫ് വാട്ടർ ഈസ് മിക്സ്ഡ്. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്തു? ഒരു 30 ലിറ്റർ വാട്ടറും കൂടെ മിക്സ് ചെയ്തു. അപ്പോൾ ഇവിടെ എത്രയായി? 150 ആയി അല്ലേ. അല്ല, 120 ആയി. സോറി, 150:120 എന്ന് കിട്ടി. അപ്പോൾ ഇപ്പോഴത്തെ റേഷ്യോ എന്തായി? ഇപ്പോഴത്തെ റേഷ്യോ 30 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 5 ആയി, ഇവിടുത്തെ 4 ആയി. ഓക്കെ, 5:4 എന്നുള്ള റേഷ്യോയിലാണ് ഇപ്പം മിൽക്കും വാട്ടറും ഉള്ളത്. ഓക്കെ, 5:4. ഇപ്പം മിൽക്ക് എടുക്കുകയാണെങ്കിൽ വാട്ടർ എടുക്കുകയാണെങ്കിൽ ഇപ്പം 5:4 ആണ്. ഇനി 45 ലിറ്റർ ഓഫ് ദ മിക്സ്ചർ ഈസ് ടേക്കൺ ഔട്ട്. ഇതിൽ നിന്ന് 45 ലിറ്റേഴ്സ് ടേക്കൺ ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പം 45 ലിറ്ററും ഇതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കുമല്ലോ ടേക്കൺ ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മിൽക്ക് എത്ര കളയും? 5/9 അല്ലേ. 5/9 ഓഫ് 45 ആയിരിക്കും മിൽക്ക് കളയുന്നത്. 5/9 ഓഫ് 45. മൊത്തം 45 മിക്സ്ചറാണ് ഇതിൽ നിന്ന് എടുക്കുന്നത്. അപ്പം മിൽക്ക് എത്ര കളയുമെന്ന് നോക്കാനായിട്ട് 5/9 × 45. ഇപ്പം 9 5s are
25 അല്ലേ. അപ്പം -25 ലിറ്റേഴ്സ് ആയിരിക്കും മിൽക്ക് കളയുന്നത്. ഓക്കെ, വാട്ടർ എത്ര ആയിരിക്കും കളയുന്നത്? വാട്ടർ 4/9 ഓഫ് 45. ഓക്കെ, -20 ലിറ്റേഴ്സ് ആയിരിക്കും വാട്ടർ കളയുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോൾ നേരത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:4 ആയിരുന്നു. ഓൾറെഡി 150:120 ആയിരുന്നു അവിടുത്തെ ടോട്ടൽ എന്ന് പറയുന്നത് അല്ലേ. അതുതന്നെയാണ് നമ്മൾ 5:4 എന്നുള്ള റേഷ്യോയിൽ എഴുതിയത്. അപ്പം മിൽക്കിൽ നിന്ന് 25 ലിറ്റർ കുറയ്ക്കണം, വാട്ടറിൽ നിന്ന് 20 ലിറ്റേഴ്സും കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായി? 125 ആയി. വാട്ടർ എന്ന് പറയുന്നത് 100 ആയി. എന്നിട്ട് തീർന്നോ? ഇല്ല. ആൻഡ് 5 ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് മിക്സ്ഡ്. ഇനി 5 ലിറ്റർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 5 ലിറ്റർ കൂടെ ആഡ് ചെയ്യുമ്പം എന്തായിട്ട് ഫൈനൽ റേഷ്യോ എന്ന് പറയുന്നത് 130:100 അല്ലേ. 130:100 എന്നുള്ള ഫൈനൽ മിക്സ്ചറായി. അപ്പം മിൽക്ക് ഇസ്റ്റു വാട്ടർ റേഷ്യോ എന്താണ്? 130:100. അപ്പോൾ 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 13:10. ഓക്കെ, ഇതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Okay, a quadrilateral ABCD circumscribes a circle. If AB equal to 8 cm and CD equal to 5AB/4, then the value of BC plus AD. Okay, ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഓക്കെ, 4 സൈഡുള്ള ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഒരു സർക്കിള് ഇതിനെ സർക്കംസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു സർക്കിള് ഇതിനെ സർക്കംസ്ക്രൈബ് ചെയ്ത് ഓക്കെ, ഒരു ക്വാഡ്രിലാറ്ററൽ ABCD ഉണ്ട്. ക്വാഡ്രിലാറ്ററൽ ABCD. ഓക്കെ, സൈഡ് AB എന്ന് പറയുന്നത് 8 ആണ്. CD എന്ന് പറയുന്നത് 5AB/4 ആണ് അല്ലേ. 5 × AB/4. AB 8 ആണ്. 5 × AB/4. അപ്പോൾ ഇവിടെ DC എന്ന് പറയുന്നത് 10 എന്ന് കിട്ടും. ഓക്കെ, 10 എന്ന് കിട്ടും. ഇനി ഇവിടെ AB 8 ആണ്, DC എന്ന് പറയുന്നത് 10 ആണ്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ, സോറി, പടം തെറ്റിപ്പോയി. ഓക്കെ, എ ക്വാഡ്രിലാറ്ററൽ ABCD സർക്കംസ്ക്രൈബ്സ് എ സർക്കിൾ. ഓക്കെ, ഓക്കെ, ABCD. ഒരു ക്വാഡ്രിലാറ്ററൽ ABCD ഉണ്ട്. ഒരു സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ABയുടെ ലെങ്ത് 8ഉം CDയുടെ ലെങ്ത് 5AB/4 ആണ്. ഓക്കെ, 5 × AB/4. AB 8 ആണ്. AB/4 ചെയ്യുമ്പോഴത്തേക്ക് 10 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ എയിൽ നിന്നുള്ള ടാൻജൻസ് ആണ് ഇങ്ങോട്ടും വരച്ചേക്കുന്നത്. ഡിയിൽ നിന്നുള്ള ടാൻജൻസ് ആണ് ഇങ്ങോട്ടും വരച്ചേക്കുന്നത്. ഒരു കോമൺ പോയിന്റിൽ നിന്നുള്ള ടാൻജൻസ് സെയിം ആയിരിക്കും അല്ലേ. ഇപ്പോൾ സിയിൽ നിന്നുള്ളത് ഇങ്ങോട്ടും. അപ്പോൾ ഇത് ഈക്വൽ ടു ഇത് ഈക്വൽ ടു ഇത് ഈക്വൽ ടു ഇത് ഈക്വൽ ടു ഇത്. അപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ AB
എ ബി പ്ലസ് സി ഡി ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ സം എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. എ ബി പ്ലസ് സി ഡി ഈക്വൽ ടു ബി സി പ്ലസ് എ ഡി. ഓക്കെ, നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നതും ബി സി പ്ലസ് എ ഡി ആണ് അല്ലേ. ബി സി പ്ലസ് എ ഡി. എ ബി പ്ലസ് സി ഡി എത്രയാണ്? എ ബി 8ഉം ബി സി എന്ന് പറയുന്നത് 10ഉം അല്ലേ. 8 + 10 ഈക്വൽ ടു 18. 18 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ആംഗിൾ മെയ്ഡ് ബൈ എ 16 cm ലോങ് കോഡ് പി ക്യു അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഈ 60 ഡിഗ്രി. ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ഓക്കെ, ഒരു സർക്കിളുണ്ട്. ഓക്കെ, ഒരു സർക്കിളുണ്ട്, ഒരു കോഡ് പി ക്യു ഉണ്ട്. പി ക്യു. ഓക്കെ, പി ക്യുവിൻ്റെ ലെങ്ത് 16 ആണ്. ഓക്കെ, ഇത് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഓക്കെ, കോഡ് പി ക്യു സെൻറ്ററിൽ മേഡ് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. ഓക്കെ, ആംഗിൾ എന്ന് പറയുന്നത് 60. ഓക്കെ, ഓക്കെ, ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. ഓക്കെ, റേഡിയസ് 2 ഈക്വലാണ്. ഈ സൈഡ് ഈക്വലാണ്. ഇത് O എന്ന് എടുത്തു കഴിഞ്ഞാൽ സെൻറ്റർ O ആയിട്ട് എടുത്താൽ റേഡിയസ് ഒ പിയും ഒ ക്യൂവും ഈക്വലാണ്. ഓക്കെ, ഓക്കെ, രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഇത് 60 ആണെങ്കിൽ ഇതും 60യും 60 ആയിരിക്കും. ഓക്കെ, ഇതും 60, ഇതും 60. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇതെന്തായിട്ട് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളായിട്ട് മാറി. ഓക്കെ, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ്. ഇത് 16 ആണ് സൈഡ്. ഒരു സൈഡ് 16 ആണെങ്കിൽ ഈ സൈഡും 16 ആയിരിക്കും, ഈ സൈഡും 16 ആയിരിക്കും. ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ആണ് ചോദിച്ചേക്കുന്നത്. ഡയമീറ്റർ എന്തായിരിക്കും? 32 ആയിരിക്കും. ഓക്കെ, അപ്പം ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. കോഡ് പി ക്യു സെൻട്രൽ മെയ്ഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ മെയ്ഡ് ചെയ്യുന്ന ആംഗിൾ ആയിരുന്നു തന്ന 60. ഓക്കെ, ഇത് റേഡിയസ് ആയതുകൊണ്ട് പി ക്യൂവും ഒ പിയും ഒ ക്യൂവും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിലെ എല്ലാ സൈഡ്സും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് 16 ആണ്. ഡയമീറ്റർ എന്ന് പറയുന്നത് 32 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The area of a rectangle is 3x square plus 11x plus 10. Find the perimeter of the rectangle. Okay, ഏരിയ തന്നിട്ടുണ്ട് 3x plus 11x plus 10. ഓക്കെ, പെരിമീറ്റർ ആണ് വേണ്ടത്. ഓക്കെ, നമുക്ക് അറിയാം റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. അപ്പോൾ അതാണ് ഈ തന്നേക്കുന്നത് 3x² plus 11x plus 10 എന്നുള്ളത്. നമുക്ക് എങ്ങനെ എഴുതാം? 3x² plus 11x plus 10. ഇതിനെ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിനെ സോൾവ് ചെയ്യണം. അതിനുവേണ്ടി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 3 × 10 പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 30 ആണ്. സം എന്ന് പറയുന്നത് നടുക്കത്തെ 11 ആണ് അല്ലേ. ഇപ്പം രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 30യും സമ്മ് 11 ആണ്. അപ്പം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 6ഉം 5ഉം. 6 × 5 30 ആണ്. 6 + 5 11 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക്
ഓക്കെ, നമുക്ക് നമ്പേഴ്സ് കിട്ടി. ഓക്കെ, അപ്പോൾ 3x പ്ലസ് 3x² പ്ലസ് 6x പ്ലസ് 5x പ്ലസ് 10. നമ്മൾ ഇതിൽ നിന്ന് 3x കോമൺ എടുക്കുന്നു. 3x കോമൺ എടുക്കുമ്പോൾ ബാക്കി x പ്ലസ് 2 ഉണ്ട്. പ്ലസ് ഇതിൽ നിന്ന് 5 കോമൺ എടുത്തു കഴിഞ്ഞാൽ x പ്ലസ് 2 ഉണ്ട്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും x പ്ലസ് 2 ഇപ്പോൾ കോമൺ ഉണ്ട്. ഇനി x പ്ലസ് 2 കോമൺ എടുക്കുകയാണെങ്കിൽ x പ്ലസ് 2 ഇൻറ്റു 3x പ്ലസ് 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി. x പ്ലസ് 2 ഇൻറ്റു 3x പ്ലസ് 5 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടുന്നത് പെരിമീറ്റർ ആണ് അല്ലേ. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താ? 2 ഇൻറ്റു എൽ പ്ലസ് ബി. 2 ഇൻറ്റു എൽ പ്ലസ് ബി. 2 ഇൻറ്റു അപ്പം 2 ഇൻറ്റു എല്ലിന് വരാം x പ്ലസ് 2 കൊടുക്കുന്നു പ്ലസ് ബി 3x പ്ലസ് 2. ഓക്കെ, ഈക്വൽ ടു 2 ഇൻറ്റു x പ്ലസ് 3x 4x പ്ലസ് 3 പ്ലസ് 2 2 പ്ലസ് 2 4. ഓക്കെ, x പ്ലസ് 2 അല്ല, x പ്ലസ് 5 ആണ്. ഓക്കെ, ഇപ്പോൾ 4x പ്ലസ് 7 എന്ന് കിട്ടും. 2 ഇൻറ്റു 4x പ്ലസ് 7 ഈക്വൽ ടു 8x പ്ലസ് 14. ഓക്കെ, 8x പ്ലസ് 14 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ഏതാണ് ആൻസർ? 8x പ്ലസ് 14. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, in a watch shop 62.5% of total watches are analog watches and the rest are digital watches. If 30 digital watches are sold by the shopkeeper, then the number of analog watches in the shop becomes 64% of the total watches. How many watches were there in the shop initially? Okay, 62.5%. 62.5%. ഇതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 5/8 ആണ് അല്ലേ. 1/8 എന്ന് പറയുന്നത് 12.5 ആണ്. അങ്ങനെയാണെങ്കിൽ 5/8 ആണ് 62.5. അപ്പോൾ ടോട്ടലി 8 വാച്ചസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചു. 8 വാച്ചസിൽ അനലോഗ് വാച്ചസും ഉണ്ട്, ഡിജിറ്റൽ വാച്ചസും ഉണ്ട്. അതിൽ 62.5% വാച്ചസ് അനലോഗ് വാച്ചസ് ആണ്. അപ്പം 8 ഉണ്ടെങ്കിൽ 5 വാച്ചസ് അനലോഗും ബാക്കി 3 വാച്ചസ് ഡിജിറ്റലും ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ 8ന് പകരം 8x എന്ന് കൊടുത്തു. ഓക്കെ, 8x ആണെങ്കിൽ 5x അനലോഗും 3x ഡിജിറ്റൽ വാച്ചസും ഉണ്ട്. ഇനി പറയുന്നത് 30 ഡിജിറ്റൽ വാച്ചസ് ആർ സോൾഡ് ബൈ ദ ഷോപ്പ് കീപ്പർ. 30 ഡിജിറ്റൽ വാച്ച് സെല് ചെയ്തു. ഓക്കെ, അപ്പം ടോട്ടലിൽ നിന്നും 30 ഡിജിറ്റൽ വാച്ചസ് പോയി. അങ്ങനെയാണെങ്കിൽ the number of analog watches in the shop becomes 64% of the total watches. Total watchesൻ്റെ 64% ആയിട്ട് അനലോഗ് വാച്ചസ് മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5x ഈക്വൽ ടു അനലോഗ് വാച്ചസ് 5x ഈക്വൽ ടു ടോട്ടൽ വാച്ച് 5x ഈക്വൽ ടു 64/100 ഓഫ് 8x minus 30. Okay. Okay, so 500x equal to x equal to 64 into 8 2
512 x minus 2 1920. ഓക്കെ, അപ്പോൾ 12x ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് 12x ഈക്വൽ ടു 1920, എക്സ് ഈക്വൽ ടു 160 എന്ന് കിട്ടും. ഓക്കെ, 160 കിട്ടും. ടോട്ടൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി വാച്ചസ് വെയർ ദെയർ ഇൻ ദ ഷോപ്പ് ഇനിഷ്യലി നമ്മൾ എത്ര ആയിരുന്നു എടുത്തത്? 8x ആയിരുന്നു അല്ലേ? അപ്പം 8x ഈക്വൽ ടു 8 ഇൻറ്റു 160, 8 ഇൻറ്റു 160, 16 ഇൻറ്റു 8 128, 1280. ഓക്കെ, 1280. ഇനി നമ്മൾ അല്ലാതെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 8 ആയിരുന്നു. 8നെ 5 അനലോഗും 3 ഡിജിറ്റലുമായിട്ടാണ് മാറ്റിയത്. അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി വാച്ചസ് ദെയർ ഇൻ ദ ഷോപ്പ്. അപ്പം വാച്ചസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 8 ആണ്, 8 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്പം 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ. ഇതിനകത്ത് 8ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 15608 മൾട്ടിപ്പിൾ അല്ല, 13208 മൾട്ടിപ്പിൾ അല്ല, 14608 മൾട്ടിപ്പിൾ അല്ല, ആകെ 1280 മാത്രമേ 8ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളൂ. അപ്പോൾ ആദ്യമേ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഇത്രയും ചെയ്യാതെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Okay, if the equations 5x plus k minus 3 into y plus 5 equal to 0 and k minus 3 into x plus 5y minus 7 equal to 0 are parallel, then find the value of 3k plus 2. Okay, രണ്ട് ഇക്വേഷൻസ് രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ ആണ് ചോദിക്കുന്നത്, 3k plus 2യുടെ വാല്യൂ ആണ് ചോദിക്കുന്നത്. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ? a/a1 ഈക്വൽ ടു b1/b2 ആയിരിക്കണം അല്ലേ? കോഎഫിഷ്യൻസ് തമ്മിൽ ഈക്വൽ ആയിരിക്കണം, നോട്ട് ഈക്വൽ ടു c1/c2. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതുവാണെങ്കിൽ എന്ത് എഴുതാം? 5x divided by k minus 3 equal to k minus 3 divided by 5. Okay, sorry, 5x അല്ല 5, കോഎഫിഷ്യൻ്റ് ആണ് ഇക്വേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ k minus 3 the whole square equal to 25. k minus 3 equal to 5 എന്ന് കിട്ടും. k equal to 8. ഓക്കെ, ചോദിച്ചേക്കുന്നത് 3k plus 2 ആണ്. 3k plus 2. 3 into 8 24 plus 2 26 ആണ് ആൻസർ. ഓക്കെ, 26 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. One by fifth of a tank is filled in the morning and 1/15 of the tank in evening. What is the decimal of the tank that is not filled? Okay, 1/5 രാവിലെ ഫിൽ ചെയ്തു, 1/15 വൈകിട്ട് ഫില്ല് ചെയ്തു. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് എത്ര ഉണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ടോട്ടൽ കപ്പാസിറ്റി 15 ആണെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ രാവിലെ മോർണിംഗിൽ എത്ര ഫില്ല് ചെയ്തു? 1/5 ഫില്ല് ചെയ്തു. 1/5 of 15 3 വരും. 3 യൂണിറ്റ് രാവിലെ ഫില്ല് ചെയ്തു. ഈവനിങ് എത്ര ഫില്ല് ചെയ്തു? 1/15 ഇൻ ദ ഈവനിങ് അല്ലേ? ഇതിൻ്റെ 1 യൂണിറ്റ് 1/15 into 15 1 യൂണിറ്റ് ഈവനിങ് ഫില്ല് ചെയ്തു. ഇപ്പോൾ ടോട്ടൽ 4 യൂണിറ്റ് ഫില്ല് ചെയ്തു. ബാക്കി എത്ര ഉണ്ട്? ബാക്കി 11 യൂണിറ്റ് ആണ് ഇനി ഫില്ല് ചെയ്യാൻ ഉള്ളത്. അതാണ് ചോദിച്ചേക്കുന്നത്. ഫൈൻഡ് ദ ഡെസിമൽ ഓഫ് ദ ടാങ്ക് ദാറ്റ് ഈസ് നോട്ട് ഫിൽഡ്. ഓക്കെ, നോട്ട് ഫിൽഡ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ 11 ഡിവൈഡഡ് ബൈ ടോട്ടൽ ആയിട്ടുള്ള 15, 11/15. ഓക്കെ, 11/15 0.7 സംതിങ് വരും, 0.733 വരും, 0.733. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A person drives with a speed 80 km/h
reaches his destination in 5 hours. If his speed is increased by a certain percentage, he reaches his destination 50 minutes earlier. Find by what percentage was his speed increased. Okay. അപ്പം ഇനിഷ്യലി ഉണ്ടായിരുന്നു, ഫൈനലി ഉണ്ടായിരുന്നു. ഓക്കെ. ആദ്യം അയാൾ പോയത് സ്പീഡ് എന്ന് പറയുന്നത് 80 km/h ആണ്. അപ്പം അയാളുടെ ഡെസ്റ്റിനേഷനിൽ 5 hours കൊണ്ടെത്തും. ഓക്കെ. പിന്നീട് സ്പീഡ് കൂട്ടുമ്പോഴത്തേക്ക് 50 minutes ഏർലിയർ എത്തും. ഓക്കെ. ഇത് മിനിറ്റ്സിൽ പറയുന്നതുകൊണ്ട് നമുക്ക് ഈ 5 hours മിനിറ്റ്സിൽ എഴുതുമ്പം 300 minutes എന്ന് എഴുതാം. ഓക്കെ. ടൈമിൻ്റെ റേഷ്യോ ആണിത്. 300 ഇവിടെ എത്ര എടുക്കും? 50 minutes കുറവേ എടുക്കത്തുള്ളൂ. അപ്പോൾ 250. റേഷ്യോ എടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് 6:5 എന്ന് കിട്ടും. ഓക്കെ. ടൈമിൻ്റെ റേഷ്യോ 6:5. ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് സ്പീഡിൻ്റെ റേഷ്യോ എന്തായിരിക്കും? ഇതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും അല്ലേ? 5:6 ആയിരിക്കും. ഓക്കെ. 5:6. അപ്പം ഇപ്പോൾ ഉള്ള സ്പീഡ് എന്ന് പറയുന്നത് 5 ആണ്. ഇനി പോകേണ്ട സ്പീഡ് 6 ആയിരിക്കും. ഓക്കെ. അപ്പം 1 യൂണിറ്റ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. എത്ര നിന്നാണ് ഇൻക്രീസ് ചെയ്യുന്നത്? 5 നിന്ന് അല്ലേ? ഇനീഷ്യലി 5 ആയിരുന്നു, അത് 6 ആയി. അപ്പോൾ 1 ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. 1 / 5 ഇൻറ്റു 100 എടുക്കുമ്പോഴത്തേക്ക് എത്ര കിട്ടും? ഓക്കെ. 20% എന്ന് കിട്ടും. ഓക്കെ. 20 ആണ് ആൻസർ. അപ്പോൾ ഇനീഷ്യലി ടൈം 300 മിനിറ്റും സ്പീഡ് കൂട്ടുമ്പോഴത്തേക്കുള്ള ടൈം എന്ന് പറയുന്നത് 250 ആണ്. അങ്ങനെയാണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ 6:5 ആണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ ഇൻവേഴ്സ് ആയിരിക്കും, 5:6 ആയിരിക്കും. സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത് 1 ആണ്. 1/5 × 100 20%. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. 3x - 5y the whole cube plus 5y - 7x the whole cube plus 7z - 3x the whole cube divided by 3x - 5y into 5y - 7z into 7z - 3x. ഓക്കെ. ഞാൻ ഇതിനെ എ എന്ന് കൊടുത്തു, ഇതിനെ ബി എന്ന് കൊടുത്തു, ഇതിനെ സി എന്ന് കൊടുത്തു. ഓക്കെ. എ എന്ന് പറയുന്നത് 3x - 5y, ബി എന്ന് പറയുന്നത് 5y - 7x, സി എന്ന് പറയുന്നത് 7z - 3x. ഇനി a + b + c എടുത്തു. a + b + c. a + b + c എന്ന് പറയുന്നത് 3x + 3x - 5y plus 5y minus 7x plus 7z minus 3x. ഓക്കെ. ഈ 3xും പോയി, ഈ 5yയും ഈ 5yയും കട്ടായി പോയി, ഈ 7xും plus 7xും കട്ടായി പോയി. ടോട്ടൽ a + b + c എന്ന് പറയുന്നത് 0 ആയിട്ട് മാറി. അപ്പം 3x - 5y plus 5y - 7x plus 7z - 3z എന്ന് പറയുന്നത് 0 ആയി. ഓക്കെ. അപ്പം നമുക്കറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്, റിലേഷൻ ഉണ്ട്. a + b + c 0 ആണെങ്കിൽ, if a + b + c = 0, then എന്താണ്? a³ plus b³ plus c³ = 3abc. ഓക്കെ. അപ്പം ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഇതാണ് നമുക്ക് മുകളിൽ കിടക്കുന്ന LHS കിട്ടുന്നത് 3abc ആണ്. ഓക്കെ. എക്ക് വരം 3x - 5y, ബിക്ക് വരം 5y - 7z, സിക്ക് വരം 7z - 3x. അപ്പോൾ 3 ഇതാണ് നമ്മൾ ചെയ്യുന്നത്. 3 abc. മുകളിൽ കിട്ടുന്നത് abc ആണ് അല്ലേ? 3abc ആണ് നമുക്ക് മുകളിൽ കിട്ടിയത്. ഡിവൈഡഡ് ബൈ a × b × c, a × b × c. abc കട്ടായി. ആൻസർ നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. ഇൻ ട്രയാങ്കിൾസ് MNO and STU, MN = ST and angle N = angle T. If two triangles are congruent by ASA criterion, if. ഓക്കെ. രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ. രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ. രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്.
MNO and STU. Okay. Angle MN equal to ST. MN equal to ST. MN ST equal ആണ്. Angle N equal to angle T. Angle N ഉം angle T യും ഈക്വൽ ആണ്. ഓക്കെ, ആംഗിൾ സൈഡ് ആംഗിൾ ASA വഴിയാണ് ASA ക്രൈറ്റീരിയൻ വഴി ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആവണമെങ്കിൽ, കോൺഗ്രുവൻ്റ് ആവണമെങ്കിൽ എന്താണ് ക്രൈറ്റീരിയൻ എന്ന് ചോദിച്ചേക്കുന്നത്. ASA അല്ലേ, ആംഗിൾ സൈഡ് ആംഗിൾ. ഒരു ആംഗിൾ ഉണ്ട്, സൈഡ് ഉണ്ട്, ആംഗിൾ ഉണ്ട്. ഒരു ആംഗിള്, രണ്ട് ആംഗിളും അത് ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ASA ക്രൈറ്റീരിയ വഴി കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ പറ്റൂ. അപ്പം രണ്ട് സൈഡും അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിളും, അപ്പം അല്ല രണ്ട് ആംഗിളും അത് ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡും. ഓക്കെ, ഇപ്പോൾ രണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ M ആയിരിക്കും, അടുത്തത് S ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ രണ്ട് ആംഗിൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡ് ഈക്വൽ ആണെങ്കിൽ അത് ASA ട്രയാങ്കിൾ വഴി, ASA ക്രൈറ്റീരിയൻ വഴി സിമിലർ കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പം ഏതാണ് ആൻസർ? നമ്മളുടെ ആംഗിൾ S ഈക്വൽ ടു ആംഗിൾ M. ഇതാണ് നമ്മളുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് x ഈക്വൽ ടു a plus 1 by root b and y equal to a minus root of a minus 1 by root b, find x cube minus y cube by 2. ഓക്കെ, നമുക്ക് ആദ്യം എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബിൻ്റെ ഇക്വേഷൻ എഴുതാം. എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ്, ഓക്കെ, എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഈക്വൽ ടു, ഓക്കെ, വൈ ക്യൂബ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ. ഓക്കെ, എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ. ഇതിൽ എക്സ് നമുക്ക് അറിയാം റൂട്ട് ഓഫ് എ പ്ലസ് 1 ബൈ റൂട്ട് ബി. അപ്പം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് റൂട്ട് എ പ്ലസ് 1 ബൈ റൂട്ട് ബി മൈനസ് റൂട്ട് എ മൈനസിൻ്റെ മൈനസ് പ്ലസ് 1 ബൈ റൂട്ട് ബി. ഓക്കെ, ഈ പ്ലസ് റൂട്ട് എയും മൈനസ് റൂട്ട് എയും കൂടെ ക്യാൻസൽ ആയി പോയിട്ട് 2 ബൈ റൂട്ട് ബി എന്ന് വരും. ഓക്കെ, ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ റൂട്ട് ബി. അപ്പോൾ അടിയിൽ എന്തായാലും ഒരു റൂട്ട് ബി വരും. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യുന്നു, ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യുന്നു, ഓപ്ഷൻ സിയും ക്യാൻസൽ ചെയ്യുന്നു. ഇനി ബാക്കി രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ. എക്സ് സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് റൂട്ട് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ബൈ റൂട്ട് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റൂട്ട് എ ഇൻറ്റു 1 ബൈ റൂട്ട് ബി. ഓക്കെ, അപ്പം എ കിട്ടും, എ സ്ക്വയർ റൂട്ട് എയുടെ സ്ക്വയർ എ പ്ലസ് 1 ബൈ റൂട്ട് ബിയുടെ സ്ക്വയർ 1 ബൈ ബി പ്ലസ് ഇവിടെ എ പ്ലസ് 1 ബൈ ബി, ഇവിടെ പ്ലസ് 2 ഇൻറ്റു റൂട്ട് എ ബൈ റൂട്ട് ബി, ഇവിടെ ബിയും, ഇവിടെ മൈനസ് 2 ഇൻറ്റു റൂട്ട് എ ബൈ റൂട്ട് ബിയും ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, അപ്പോൾ 2 ഡിവൈഡഡ് ബൈ റൂട്ട് ബി ഇൻറ്റു 2a പ്ലസ് 2 ബൈ ബി. ഓക്കെ, എവിടെയോ തെറ്റി. ഓക്കെ, അപ്പോൾ എക്സ് ക്യൂബ് ഒന്നുകൂടെ എടുക്കാൻ ചെയ്യാം. എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്
എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ. ഇവിടെ നമുക്ക് എക്സ് മൈനസ് വൈ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് 2/√b എന്ന് കിട്ടി ഇൻറ്റു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് എ പ്ലസ് 1/b എന്ന് കിട്ടും അല്ലേ. എ പ്ലസ് 1/b പ്ലസ് ബി പ്ലസ് 1/b. അപ്പോൾ 2 ഇൻറ്റു എ പ്ലസ് 1/b കിട്ടും. 2a പ്ലസ് 2/b എന്ന് കിട്ടും. പ്ലസ് എക്സ് ഇൻറ്റു വൈ. എക്സ് ഇൻറ്റു വൈ എടുക്കുമ്പോഴത്തേക്ക് റൂട്ട് ഇൻറ്റു റൂട്ട് എ കിട്ടും. എ ഇൻറ്റു മൈനസ് 1/√bയും ബി 1/√b ഇൻറ്റു 1/√b ഇൻറ്റു റൂട്ട് എയും കൂടെ ക്യാൻസലായി പോയിട്ട് എ പ്ലസ് 1/b എന്ന് കിട്ടും. ഓക്കെ, എക്സ് ഇൻറ്റു വൈയും കൂടെ എടുക്കുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 2/√b ഇൻറ്റു 3a പ്ലസ് 3/b എന്ന് കിട്ടും. ഓക്കെ ഓക്കെ അപ്പം 2/√b ഇൻറ്റു 3a പ്ലസ് 3/b ഇതാണ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്ന് പറയുന്നത്. ബൈ 2 ഓൾറെഡി ഉണ്ടല്ലേ. അപ്പം ആ 2ഉം ഈ 2 കൂടെ ഡിവൈഡ് ചെയ്യുമ്പം ഓക്കെ ഈ 2 ഇൻറ്റും ക്യാൻസൽ ആയി പോകും. അപ്പം 1/√b ഇൻറ്റു 3ab പ്ലസ് 3/b. ഓക്കെ ഓക്കെ ഇവിടെ മൈനസ് ആണ്. 3 അല്ല 1 ആയിട്ട് വരും. ഓക്കെ 3ab പ്ലസ് 1/b. ഇപ്പോൾ പ്ലസ് 1 ഉള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. 3ab പ്ലസ് 1/b√b. ഓക്കെ, ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The area of an equilateral triangle is ഒരു equilateral triangle ഉണ്ട്. The area of an equilateral triangle is 6√3. Find the volume of the cone formed by rotating this triangle on its axis passing through the midpoint and one of its vertices. Okay, ഒരു equilateral triangle ഉണ്ട്. Okay, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 6√3 ആണ്. നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയയുടെ ഇക്വേഷൻ √3/4 a സ്ക്വയർ ആണ് അല്ലേ. a സ്ക്വയർ ആണ് 6√3. ഓക്കെ, √3 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ a സ്ക്വയർ ഈക്വൽ ടു 24 എന്ന് വരും. ഓക്കെ, a ഈക്വൽ ടു √24 ഈക്വൽ ടു 6 × 4 2√6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 6√3 ആണ്. ഇനി ഫൈൻഡ് ദ വോളിയം ഓഫ് ദ കോൺ ഫോംഡ് ബൈ റൊട്ടേറ്റിംഗ് ദിസ് ട്രയാങ്കിൾ ഓൺ ഇറ്റ്സ് ആക്സിസ് പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് അല്ലേ. മിഡ് പോയിന്റിൽ കൂടെയും ഒരു ആക്സിസ് വൺ ഓഫ് ഇറ്റ്സ് വെർട്ടിസസിൽ നിന്ന് കറക്കി അങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോണിൻ്റെ വോളിയമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഉണ്ടാകുന്ന കോണിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പം കോണിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് a/2 ആയിരിക്കും.
അപ്പം എന്തായിട്ടും 2√6/2 = √6 ആയിരിക്കും ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി ഹൈറ്റ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ കോണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ √3/2 ഇൻറ്റു √3/2 ആണ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് √3/2 ഇൻറ്റു 6√3. അപ്പോൾ √18 ആയിരിക്കും ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയം ഓഫ് ദ കോണാണ്. കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? 1/3 ഇൻറ്റു 1/3 പൈ r²h. 1/3 പൈ r²h ആണ് കോണിൻ്റെ വോളിയം. അപ്പോൾ നമുക്ക് റേഡിയസ് √3, റേഡിയസ് √6 കിട്ടി. റേഡിയസ് √6ഉം ഹൈറ്റ് √18ഉം കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ വോളിയത്തിൻ്റെ ഇക്വേഷൻ V = 1/3 ഇൻറ്റു പൈ ഇൻറ്റു പൈ അത് കണക്കാണ് ഓപ്ഷൻസിലെല്ലാം കിടക്കുന്നത്, അതുകൊണ്ട് പൈ അത് കണക്കിടാം. r², r എന്ന് പറയുന്നത് √6 ആണ്, അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പം 6 ആവും, ഇൻറ്റു h. ഓക്കെ, h എന്ന് പറയുന്നത് √18 ആണ് അല്ലേ, √18. ഓക്കെ, 3ഉം 6ഉം കൂടെ ക്യാൻസലായി പോയിട്ട് 2 ആയി. 2π ഇൻറ്റു √18 എന്ന് വരും. 2π ഇൻറ്റു √18, 2π ഇൻറ്റു √18. √18 വരെ എന്തെഴുതാം? √18 വരെ 9 × 2 എന്ന് എഴുതാം. 9 × 2 ഇൻറ്റു 2π. ഓക്കെ, 9 റൂട്ടിന് വെളിയിലെടുക്കുമ്പോഴത്തേക്ക് 3 ആവും. അപ്പോൾ 6π ഇൻറ്റു √2 എന്ന് കിട്ടും. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 6√2π ആയിരിക്കും. ഓക്കെ, 6√2π ആണ് നമ്മളുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ, 6√2π. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താ? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ അതിൻ്റെ മിഡ് പോയിൻറ്റും വെർട്ടെക്സും കൂടെ തമ്മിൽ ആക്സിസുമായിട്ട് പാസ് ചെയ്തൊരു കോൺ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്, കോണിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സൈഡിൻ്റെ ഹാഫും കോണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 6√2π ആണ്. ഓക്കെ, ഇതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.